നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയതയാണോ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ചിലർ പ്രധാനമായിട്ടും വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു സംശയം ഉയരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആ ഹിജാബ് വിഷയം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വർഗീയത പ്രചരിപ്പിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പള്ളുരുത്തി സ്കൂളിലെ PTA പ്രസിഡന്റിന് നേരെ സൈബർ ആക്രമണമടക്കം നടക്കുന്ന സാഹചര്യമാണുള്ളത്. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വർഗീയ പ്രചാരണം നടത്തിയെന്ന പരാതി അടക്കം ഉയർന്നിരിക്കുകയാണ്. സെന്റ് റീത്തസ് സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷിക്ക് PTA എക്സിക്യൂട്ടീവ് അംഗം തന്നെ പരാതി നൽകിയിരിക്കുന്നത്. PTA അംഗമായിട്ടുള്ള ജമീർ ആണ് പരാതി നൽകിയതെന്നാണ് വിവരം. സൈബർ പോലീസിന് നൽകിയ പരാതി പള്ളുരുത്തി കസബ സ്റ്റേഷനിലേക്ക് മാറ്റി. അതേസമയം ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDEയുടെ പ്രധാനപ്പെട്ട ഉത്തരവിന് സ്റ്റേ ഇല്ല എന്നുള്ള വാർത്ത കൂടെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളുകയായിരുന്നു. സെന്റ് റീത്തസ് സ്കൂളിലെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിനിയെ TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കുമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ പിതാവ് പ്രതികരിച്ചത്. കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ മതേതര വസ്ത്രങ്ങൾ അനുവദനീയമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്നും എന്റെ മകൾ ധരിച്ച ഷോൾ മതേതരമായിരുന്നില്ലേ എന്നാണ് ചോദിക്കാനുള്ളതെന്നും ഈ വിഷയത്തിൽ ആ വിദ്യാർത്ഥിയുടെ പിതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേപോലെ തന്നെ കുട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ഇതിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നതാണ് തങ്ങളുടെ തീരുമാനമെന്ന് കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകനും കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം വിഷയത്തിന് സ്കൂളിന് സംരക്ഷണം നൽകിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി വിധിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതേസമയത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലും ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. മാനേജ്മെന്റിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയിരുന്നത്. കുട്ടി സ്കൂൾ മാറാൻ കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്നും കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സ്കൂളിലേക്ക് പ്രത്യേകം തങ്ങളുടെ ഇടപെടൽ മൂലം ഒരു അഡ്മിഷൻ ഒരുക്കി കൊടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ക്രിസ്ത്യൻ ഭരണ അതിർത്തിയിൽ വരുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ നിയന്ത്രണത്തിൽ വരുന്ന ഒരു സ്കൂളാണ് ഈ പറയുന്ന വിവാദത്തിന് അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. അവിടെ വിവാദത്തിൽ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ഒരു മുസ്ലിം കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയും സ്കൂളും തമ്മിലുള്ള പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ് ഇപ്പോൾ അതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയതയിലേക്ക് വരെ വിരൽ ചൂണ്ടുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. എന്തായാലും ഇത് പലരുടെയും ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്നത് വ്യക്തമാണ്. ആ ഹിഡൻ അജണ്ട മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ഓരോരുത്തരും പ്രവർത്തിക്കണം, പ്രതികരിക്കണം എന്നുള്ളതാണ്. പരസ്പരം ഒരു തർക്കമുണ്ടാകുന്നതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. എന്തായാലും കുട്ടിയുടെ TC വാങ്ങിയ കുട്ടിയെ മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാം എന്നുള്ള തീരുമാനമൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കാതെ പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ പറയുന്ന കുട്ടിയുടെ താല്പര്യങ്ങൾ ശിരോവസ്ത്രം അണിഞ്ഞ് മാത്രമേ ആ സ്കൂളിൽ കയറാൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയൊന്നും ആ കുട്ടിക്ക് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. എങ്കിൽ പോലും ആ കുട്ടി ഒരു ശിരോവസ്ത്രം ഇട്ടത് കൊണ്ട് മാത്രം ആ സ്കൂൾ അവരെ പുറത്താക്കുന്നു എന്നുള്ള തീരുമാനം അതൊരു പക്ഷേ ആ കുഞ്ഞിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. എന്തായാലും ഇത്തരം നടപടികളിലൂടെ അവിടെ ഒരു വലിയ സമൂഹത്തെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. എങ്കിൽ പോലും ഇപ്പോൾ കുട്ടിയെ സ്കൂൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ആ കുട്ടിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരുപാട് ജാതിയോ മതമോ നോക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദങ്ങൾ അവിടെയാണ്. അതാണ് ഈ ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള പല ആളുകളുടെയും ഇടപെടൽ കാരണം നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും കുട്ടിയുടെ പിതാവ് പറയുന്നത് പ്രകാരം കുട്ടി മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയത്ത് ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോ ദിവസവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഇത് തെറ്റാണ് എന്നും ശരിയാണ് എന്നുമുള്ള വാദങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അപ്രകാരത്തിൽ നോക്കുമ്പോൾ ഈ സ്കൂൾ നടത്തിയിരിക്കുന്നത് ഒരു വിശ്വാസ ലംഘനമാണ് അല്ലെങ്കിൽ ഭരണഘടനാ ലംഘനമാണ് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇടപെട്ടുകൊണ്ട് മാറ്റാൻ പറ്റുന്ന വിഷയമായിരുന്നു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ വിഷയം വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാണിക്കാഞ്ഞത്? എന്തുകൊണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഇതിന് മന്ത്രിമാരും ഇപ്പോൾ വിമർശനം ഉന്നയിച്ചു വരുന്ന ആളുകൾ ഇതിനു മുമ്പ് ഇടപെടാഞ്ഞത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയാണ് ഉയരുന്നത്. ആ സ്കൂളിലെ നിയമങ്ങൾ ഇങ്ങനെയാണ് എന്നത് ഇന്ന് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ നിയമങ്ങളല്ലല്ലോ. അപ്പോൾ ഇതിനു മുമ്പും അവിടെ അങ്ങനെ തന്നെയാണ് പോയിരുന്നത് എന്ന് പലർക്കും അറിയാമായിരുന്നു. പക്ഷെ അതിനൊന്നും എതിരെ സംസാരിക്കാനോ നിൽക്കാനോ അല്ലെങ്കിൽ അത് മാറ്റണമെന്നോ ഒരു അഭിപ്രായം പോലും പറയാത്ത ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ചെറുത് എന്നല്ല, ഇതൊരു വിഷയം സംസാരിച്ച് വരുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഒരു വർഗീയ കലാപം വരെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ചെറിയ രീതിയിൽ തലപൊക്കിയത് കണ്ടപ്പോൾ അതിൽ കയറി പിടിച്ച് വലിയ വർഗീയത ഉണ്ടാക്കാൻ ഇവിടെ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മതേതര വിശ്വാസം, അത് ഒരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ പറയേണ്ടതുണ്ട്. ഇവിടെ മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നതിനേക്കാൾ ആ കുട്ടിക്ക് തോന്നുന്ന കാര്യങ്ങൾ, ആ കുട്ടിയുടെ തീരുമാനങ്ങൾ, അതിനെയായിരുന്നു പരിഗണിക്കേണ്ടുന്നത്. എന്തായാലും സ്കൂളിന്റെ ഒരു യൂണിഫോമിറ്റിയുടെ ഭാഗമായിട്ടാണ് തങ്ങൾ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എന്ന് സ്കൂളും അതേപോലെ തന്നെ തന്റെ മകളുടെ മൗലിക അവകാശങ്ങൾ പിന്തുടരേണ്ടുന്നതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ പിതാവും രംഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ സ്കൂളിനെ പഴിചാരിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തുന്നുണ്ട്. ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയെങ്കിലും കൃത്യമായ രീതിയിൽ രണ്ട് വിഭാഗക്കാർക്കും കൃത്യമായിട്ട് തൃപ്തമാകുന്ന രീതിയിലൊരു നിലപാടെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ ഒരു പ്രശ്ന പരിഹാരത്തിന്റെ രീതി അതിവിടെ തെറ്റിപ്പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഈ പറയുന്ന സൈബർ ആക്രമണമൊക്കെ ഉണ്ടാകാനുള്ള കാരണം. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൈബർ ആക്രമണത്തിന് പുറമെ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന പലർക്കെതിരെയും കേസ് കൂടെ വരുന്നത് എന്നുള്ളതാണ്.